സ്ലിംഗ് ഷോട്ട് ഫിഷിംഗ് കണ്ടിട്ടുണ്ടോ? അങ്ങനെ മീനും പിടിച്ച് അത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് കഴിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ഹാൻഡിലും റെയിലും ഡാർട്ടൊക്കെയാണ് ഈ ഒരു സ്ലിംഗ് ഷോട്ട് ഫിഷിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫിഷിംഗ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു ഫിഷിംഗ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഡാർട്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കയറാനും ചാൻസ് ഉണ്ട്. അത്യാവശ്യം തെളിഞ്ഞ വെള്ളമാണെങ്കിൽ പെട്ടെന്ന് മീൻ കാണാൻ പറ്റുന്ന കുളങ്ങളോ കായലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് സ്ലിംഗ് ഷോട്ട് ഫിഷിങ്ങിലൂടെ നമുക്ക് മീനും കിട്ടുകയും ചെയ്യും. ഇവിടെ സിലോപ്പികളായിരുന്നു ഏറ്റവും കൂടുതൽ. പിന്നെ തെളിഞ്ഞ വെള്ളം കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് മീനുകൾ കിട്ടുകയും ചെയ്തു. ദാ കണ്ടില്ലേ, ഏകദേശം 7-8 കിലോ സിലോപ്പി നമ്മൾ അവിടെ നിന്ന് പിടിച്ചു. പിന്നെ 2-3 വരാലും ഉണ്ടായിരുന്നു. അങ്ങനെ സിലോപ്പി നമ്മൾ നല്ല രീതിയിൽ വെട്ടി വൃത്തിയാക്കി. വരാല് നമ്മൾ കറി വെക്കാനാണ് പ്ലാൻ ചെയ്തത്. പിന്നെ സിലോപ്പി എല്ലാം നമ്മൾ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അങ്ങനെ മീനിന് വേണ്ട മസാലയൊക്കെ റെഡിയാക്കി മീനും അതിലേക്ക് ഇട്ട് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് എടുക്കുകയാണ്. അങ്ങനെ മാരിനേഷൻ എല്ലാം കഴിഞ്ഞ് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് മീനും ഇടാൻ പോവാണ്. സിലോപ്പി അത്യാവശ്യം നല്ല വലിയ സൈസ് ആയതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തത്. അങ്ങനെ വിറകടുപ്പിൽ നല്ല രീതിയിൽ മുരിഞ്ഞു വരാൻ നമുക്ക് ടൈം കൊടുക്കാം. അങ്ങനെ നമ്മൾ തിലാപ്പി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അത് നല്ല വാഴയിലയിൽ പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പിടിച്ച വരാല് നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് ചട്ടിയിൽ നല്ല കറിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല പൊറോട്ടയും ദോശയും മേടിച്ചു. നല്ല വരാല് കറിയും പിന്നെ തിലാപ്പി ഫ്രൈയും ദോശയും പൊറോട്ടയൊക്കെ കഴിക്കാൻ പോവാണ്. ഒരു ബണ്ടിൽ കുറച്ച് ഉപ്പുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.